അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് സ്പോർട്സിലേക്ക് തിരിച്ചുവിടാം. കായികമായിട്ട് താല്പര്യമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ കലാപരമായിട്ട് അവരെ തിരിച്ചുവിടാം, പാട്ടിനോ സംഗീതത്തിനോ തിരിച്ചുവിടാം, അല്ലെങ്കിൽ ചെസ് പോലെയുള്ള ഗെയിമുകളിലേക്ക് അവരെ തിരിച്ചുവിടാം. ആ കുട്ടിക്ക് ഏതാണോ ഏതിനോടാണോ ഒരു ഇഷ്ടമുള്ളത് ആ തരത്തിൽ ആ കുട്ടിയെ തിരിച്ചുവിടാം, ഏതെങ്കിലും ഹോബീസിൽ. ഇതൊക്കെയും തന്നെ ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു പക്ഷേ ആ കരിയർ പോലും ആ തരത്തിൽ അവർക്ക് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, ഈ ഓൺലൈൻ ഗെയിംസിലോട്ടുള്ള അഡിക്ഷൻ നമുക്ക് നിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. പിന്നെ ചില കുട്ടികൾ ഇപ്പോൾ കോവിഡിന്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം കുട്ടികൾക്ക് ഈ ഗാഡ്ജറ്റിനോടുള്ള അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ പേരൻസ് ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, തീരെ ഒരു അറ്റം പറ്റുന്ന സാഹചര്യം വരുമ്പോൾ പൊട്ടിത്തെറിച്ച് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ച് മേടിച്ചു വെക്കും. ആ ഒരു രീതിയും ശരിയല്ല. കാരണം ഇത്രയും അഡിക്ഷൻ വന്നിട്ട് ഇപ്പോൾ മദ്യപിക്കുന്ന ആളിന് വിഡ്രോവൽ സിംറ്റംസ് വരുന്നത് പോലെ ഇത് പൊടുന്നനവേ ഇത് പെട്ടെന്ന് പിടിച്ചു മാറ്റി കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നു. അത് അക്രമാസക്തമാക്കുകയും കുട്ടി പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന രീതിയിൽ തന്നെ ആ കുട്ടിയെ തള്ളിവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനോരോഗ വിദഗ്ധരുടെ സേവനം തേടേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് തന്നെ നോക്കേണ്ട ആവശ്യങ്ങളുണ്ട്. കാരണം സൂയിസൈഡൽ റിസ്ക്കും വൈകാരിക വിക്ഷോഭവും ഒക്കെ വരുമ്പോഴും അവര് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അഡിക്ഷന്റെ സിവിയറിറ്റി അനുസരിച്ചും മാതാപിതാക്കൾ ആകേണ്ടിയിരിക്കുന്നു. കാരണം ആ തരത്തിലുള്ള കുട്ടികളെ പ്രത്യേകം സൂപ്പർവിഷനോടെ തന്നെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ഞാനൊരു അമ്മയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു കുഞ്ഞിനെ 13 വയസ്സുകാരൻ വയലന്റ് ആകും. കാരണം അമ്മയെ ആക്രമിക്കും, അച്ഛനെ ആക്രമിക്കും, സഹോദരങ്ങളെ ആക്രമിക്കും. അതിന്റെ കാരണം തേടിപ്പോയപ്പോഴാണ് ഇവൻ ഫോണിന്, അതായത് ഈ കോവിഡ് സമയം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോവിഡ് സമയത്താണ് ഫോൺ കിട്ടി തുടങ്ങിയത്. പിന്നീട് അതിന് അഡിക്റ്റായി, അതിൽ നിന്നും തിരിച്ചു വരാൻ കഴിയാത്തൊരു സാഹചര്യമായി. പക്ഷെ അവരുടെ ഒരു നാണക്കേട്, കാരണം ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ആളുകൾ എന്ത് കരുതുമെന്നൊക്കെയാണ്. പക്ഷേ ഇതൊരു പല രീതിയിലുള്ള ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ അക്രമാസക്തരാകുക, അല്ലെങ്കിൽ പഠനത്തിൽ നിന്നും പിന്നോട്ട് പോവുക. ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നവരുണ്ട്. ഏതൊക്കെ രീതിയിലാണ് കുട്ടികളിൽ ഇതിൻ്റെ ഒരു അപകടം അത് അവർ പ്രകടിപ്പിക്കുന്നത്, ഈ സ്വഭാവ വൈകൃതങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത് ഇതിൻ്റെ അടിമകളായ കുട്ടികൾ? തുടക്കത്തിൽ കുട്ടികൾ ബാർഗെയിൻ ചെയ്ത് തുടങ്ങും. അതായത് ഫോൺ ഒരു അരമണിക്കൂർ തരാമെങ്കിൽ 1 മണിക്കൂർ തരാമെങ്കിൽ ഞാൻ പഠിക്കാം. ആ ഒരു ബാർഗെയിനിങ്ങിൽ പേരൻസ് വീണു പോകും. അപ്പോൾ കുട്ടികളെ വിശ്വസിച്ച് അവർ ഫോൺ കൊടുക്കും. പക്ഷെ പിന്നീട് അവർക്ക് തിരിച്ചറിയും ഈ 1 മണിക്കൂർ കൊണ്ടൊന്നും അവർ നിർത്തത്തില്ല. അത് തന്നെയല്ല, അവർ വാക്ക് പറഞ്ഞതുപോലെ അവർ പഠിക്കത്തുമില്ല എന്നുള്ള ഒരു വളരെ സത്യാവസ്ഥയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പേരൻസിന് മേൽക്കൈ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തിരിച്ചവർക്ക് പറയാം, ഈ 2 മണിക്കൂർ പഠിച്ചാൽ 10 മിനിറ്റത്തേക്ക് തരാം. ആ തരത്തിൽ ഒരു എഗ്രിമെന്റിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം പേരൻസ് നടത്തണം. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ അഡിക്ഷൻ വന്ന കുട്ടികൾക്ക് അവർ പല രീതിയിൽ സ്വഭാവ വ്യതിയാനങ്ങൾ കാണിക്കും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, അവർ ഒറ്റയ്ക്ക് മുറിക്കകത്തുനിന്ന് അടച്ചിരിക്കുക, പേരൻസ് ഇല്ലാത്ത സ്ഥലത്ത് പോയി ഒഴിഞ്ഞിരിക്കുക, പഠനത്തിൽ വളരെയധികം പിന്നോക്കാവസ്ഥ കാണിക്കുക, രാത്രിയിൽ ഉറങ്ങാതെയും 2 മണി 3 മണി വരെ ഇരുന്ന് ഗാഡ്ജറ്റ് നോക്കിക്കൊണ്ടിരിക്കുക, ഹോംവർക്ക് ചെയ്യുകയാണെന്നുള്ള വ്യാജേനയിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നോട്ട്സ് പഠിക്കുകയാണെന്നുള്ള വ്യാജേനയിൽ ആ സമയത്തും റീൽസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക, ഭക്ഷണം പോലും കഴിക്കാൻ വിസമ്മതിക്കുക, രാവിലെ വളരെയധികം താമസിച്ച് എഴുന്നേൽക്കുക, ഏതെങ്കിലും ഒരു കാരണവശാൽ ഫോൺ തരൂ എന്ന് പേരൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അക്രമാസക്തരാകുക, ഈവൻ ഉപദ്രവിക്കാനും തള്ളിയിടാനും, ഈ കരണത്ത് ഒരു അമ്മയുടെ മുഖത്ത് വരെ അടിച്ച ഇൻസിഡന്റ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ തരത്തിൽ കുട്ടികൾ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആത്മഹത്യ ഭീഷണി മുഴക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയല്ല, കൊന്നുകളയും എന്നുള്ള ഭീഷണി മുഴക്കാൻ സാധ്യതയുണ്ട്. ഈ തരത്തിലൊക്കെയും നമ്മൾ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഈ പറഞ്ഞ 11 വയസ്സുകാരനും 13 വയസ്സുകാരനും ഒക്കെയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ അമ്മയുടെ ഷോളിൽ ബാത്റൂമിൽ പോയി തുണിയിടുന്ന ആ ഒരു കമ്പിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച ഒരു കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പം അത് 13 വയസ്സ്, അന്ന് 11 വയസ്സായിരുന്നു ആ പയ്യന്. അപ്പം ആ തരത്തിലൊക്കെയും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കൈവിട്ടു പോകുന്ന നിലയിൽ കുട്ടികൾ പെരുമാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സിവിയർ അഡിക്ഷൻ, മോഡറേറ്റ് ടു സിവിയർ അഡിക്ഷൻ ആണെങ്കിൽ. പക്ഷെ അത്രയും വരെ കൊണ്ടുപോകാതെ അതിനിപ്പുറം തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ, ഇനിയുള്ള കാലം അങ്ങനെയാണ്, നമുക്ക് ടെക്നോളജി ഇല്ലാതെ ഒരു ജീവിതമില്ല, കുട്ടിക്കാണെന്നുണ്ടെങ്കിലും പേരൻസിനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ജനിക്കുമ്പോൾ മുതൽ തന്നെ
പാരൻസിനും ഒരു ഇൻസൈറ്റ് വേണം. ഈ തരത്തിൽ ഈ കുട്ടികളെ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും കുട്ടികളെ കരകയറ്റാൻ പറ്റുകയുള്ളൂ. പേരന്റിംഗ് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഈ തരത്തിൽ സമഗ്രമായിട്ട് പോയെങ്കിൽ മാത്രമേ, അത് തന്നെയല്ല ടീച്ചേഴ്സിന്റെ ഭാഗത്തും റോളുണ്ട്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഓൺലൈൻ ചെയ്യാൻ വാട്സാപ്പിൽ ഇഷ്ടം പോലെ നോട്ട്സ് കൊടുക്കുക, ഹോംവർക്ക് കൊടുക്കുക. അതിന്റെ ആവശ്യമില്ലല്ലോ. സ്കൂളിൽ അവർക്ക് ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാം. തിരിച്ചു വന്ന് കുട്ടികൾ ഈ ഗാഡ്ജറ്റിനകത്ത് നിന്ന് പലപ്പോഴും പേരൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ഈ ഹോംവർക്ക് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തരത്തിൽ സ്കൂളുകളിലും ഒരു വ്യത്യാസങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. യാതൊരു കാരണവശാലും കുട്ടികൾക്ക് ഫോണിൽ ഹോംവർക്ക് കൊടുത്ത് അത് വീട്ടിൽ പോയി ഫോൺ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാതെ ഇരിക്കുക. ഓസ്ട്രേലിയ താങ്കളിപ്പോൾ വായിച്ചു കാണുമല്ലോ. ഓസ്ട്രേലിയ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് അവർ നിയന്ത്രണം വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അത് തന്നെ ഗോവയിലും അവര് അതിനെക്കുറിച്ച് ഇപ്പോൾ പഠനം തുടങ്ങിയിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ അതേ രീതി തന്നെ അവലംബിക്കാനായിട്ട് അതിന്റെ രീതി എങ്ങനെ കൊണ്ടുപോകണമെന്ന രീതിയിൽ ഗോവയിലും പഠനം നടത്തുന്നു. അപ്പൊ ആ തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു. അപ്പൊ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അല്ലെങ്കിൽ വീഡിയോ ഗെയിം അഡിക്ഷനിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാനായിട്ട് സാധ്യതയുള്ളൂ. വ്യക്തമാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ. താങ്കൾ സൂചിപ്പിച്ച, താങ്കൾ ചൂണ്ടിക്കാണിച്ച ചില വിലപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ കുട്ടികൾ ഫോൺ അഡിക്ഷനിലേക്ക് മാറുന്നുവെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അവർ അക്രമാസക്തരാകുന്നു തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനു വേണ്ടിയുള്ള ഒരു ചികിത്സയിലേക്ക് പോകണം. മാത്രമല്ല മക്കളോട് കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്. ഒരു ചെറിയ താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയാണ് പലരും ഗെയിമുകളിലേക്ക് പോകുന്നത്. പക്ഷെ അതിന് പിന്നിൽ വലിയൊരു അപകടമുണ്ട്. ഈ സന്തോഷം ദുഃഖമായി മാറാൻ, ദുരന്തമായി മാറാൻ നിമിഷ നേരം മതി. പല മാതാപിതാക്കളും പരിശോധിക്കേണ്ടത്, നിങ്ങളുടെ മക്കൾ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണോ, അവർ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടോ, അവർ ഏതൊക്കെ ഗെയിമുകളാണ് കളിക്കുന്നത്, അതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ശ്രദ്ധക്കുറവാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള ചതിക്കൂടികളിലേക്ക്, ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് തിരിച്ചറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.